കമൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? അരുൺ സൂചിപ്പിക്കുകയായിരുന്നു, നേരത്തെ കമൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ മയക്കുവെടി വെക്കൽ എന്നത് ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് ഈ ദൗത്യത്തിൽ എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ? അങ്ങനെ ഒരു രൂപമുണ്ടോ ഈ ദൗത്യത്തിൽ ഇപ്പോൾ, ഈ മണിക്കൂറിൽ, ഈ മിനിറ്റിൽ? രതീഷ്, അതിന് മുൻപ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പോൾ കടന്നുപോയ ലോറി ഒരു കുങ്കിയാനയും വഹിച്ചുകൊണ്ടാണ് പോയത്. അതിന് മുൻപ് മറ്റൊന്നുകൂടി പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 കുങ്കികൾ കൂടി കാട്ടിക്കുളത്ത് നിന്ന് ബാവലി സൈഡിലേക്ക് ലോറിയിൽ യാത്രയായിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അരുണിന് ആനകൾ അവിടെ എത്തുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും രതീഷ്, ചോദിച്ചതിലേക്ക് വരാം. ഈ ദൗത്യം എന്നതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടക്കുന്ന ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ആന എവിടെയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതിനുശേഷം മയക്കുവെടി വെക്കാൻ പറ്റിയൊരു ലൊക്കേഷനിലേക്ക് ആന എത്തുകയോ അല്ലെങ്കിൽ കുങ്കിയാനകളെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉപയോഗിച്ച് എത്തിക്കുകയോ വേണം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എലഫന്റ് ആംബുലൻസിന് എത്താൻ പറ്റുന്നൊരു സ്ഥലം, അല്ലെങ്കിൽ കുങ്കിയാനകളെ കൊണ്ട് കുറച്ച് ദൂരമൊക്കെ തള്ളി നടത്തിച്ചൊക്കെ കൊണ്ടുവരാം മയങ്ങിയ ആനയെ. പക്ഷേ ഒരുപാട് ദൂരം അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്ഥലമൊക്കെ അറിയാമല്ലോ, ആ ഒരു കോളനിയുടെ ഭാഗത്തായിരുന്നു ആന ഉണ്ടായിരുന്നത്. അവിടെ ആളുകൾ കണ്ടുവന്നു, അതിൻ്റെ സാന്നിധ്യം അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് റേഡിയോ കോളുള്ള സിഗ്നൽ ലഭിച്ചു ഈ വനമേഖലയിൽ നിന്ന്. ഈ മേഖലയെ അങ്ങനെ ഈ എലിഫന്റ് ആംബുലൻസ് കൊണ്ടുപോയി ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയുന്ന ടെറൈനാണോ? അതിന് കഴിയുന്ന റോഡുകളൊക്കെ ഈ വനമേഖലയിലേക്കുണ്ടോ? വേഗത്തിൽ ഇന്ന് തന്നെ ഈ ഓപ്പറേഷൻ പൂർത്തീകരിക്കാനാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അവിടുത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ? രതീഷ്, ഈ കോളനിയുടെ അടുത്തേക്ക് ആംബുലൻസ് എത്തും. പക്ഷേ കോളനിയുടെ അടുത്ത് നിന്ന് സിഗ്നലേ ലഭിച്ചിട്ടുള്ളൂ. ഏകദേശം ആ ഭാഗത്തുണ്ട് എന്ന് മാത്രമാണ് വനംവകുപ്പ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. ആനയെ ഈ ദൗത്യ സംഘത്തിനോ ട്രാക്കർമാർക്കോ നമ്മൾക്ക് അല്പസമയം മുമ്പ് അവരോട് ബന്ധപ്പെടുന്നത് വരെ ആനയെ അവർ കണ്ടിട്ടില്ല. ഈ സിഗ്നലുകൾ അനുസരിച്ച് പിന്തുടരുന്നത് മാത്രമേ ഉള്ളൂ. ഈ കോളനിയുടെ ഒരു അടുത്താണെങ്കിൽ ഈ ലോറി എത്തും. പക്ഷേ അത് 40-40 വീടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് എനിക്ക് വ്യക്തമല്ല. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടിക്കുളത്ത് നിന്ന് മാനന്തവാടി മൈസൂർ റോഡാണ്. കാട്ടിക്കുളം ബാവലി വഴി കർണാടകയിലേക്ക് പോകുന്ന മാനന്തവാടി മൈസൂർ റോഡാണ്. ഈ റോഡിൻ്റെ ഇടതുവശത്തുള്ള വനമേഖലയാണ് ഈ കോളനിയുടെ ഭാഗത്തേക്ക് നീളുന്നത്. അത് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ചിൻ്റെ ഭാഗമാണ്. ആ വനമേഖലയിലാണ് ആന എപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റോഡ്, ഈ മൈസൂർ റോഡിൽ നിന്ന് വനത്തിലേക്ക് ലോറിക്ക് ആക്സസ് ഉള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ആനയെ കിട്ടിയാൽ മയക്കുവെടി വെക്കും എന്നാണ് എനിക്ക് ലഭ്യമായ വിവരം. അതിന് ഉള്ള ശ്രമമാണ് നടക്കുന്നത്. ആന മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആനയെ ഏതെങ്കിലും ഘട്ടത്തിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുമോ എന്ന കാര്യം വ്യക്തമല്ല. കാരണം കുങ്കിയാനകൾ കൂടുതലായി എത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 2 കുങ്കിയാനകൾ കൂടി അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം കൂടി നേരത്തെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ സൗകര്യപ്രദമായ സ്ഥലത്ത് ആനയെ ലഭിച്ചിട്ടും മയക്കുവെടിച്ചില്ല. അതിൽ ഒരു കാലതാമസമുണ്ടായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത് ഇതിനെ കാട് കടത്തുക, മറുഭാഗത്തേക്ക് ഓടിച്ചു വിടുക എന്നതാണ്. എന്താണ് ആളുകൾ പറയുന്നത്? അവരുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. ഈ ആനയെ തുരത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായി വനം വകുപ്പിനുണ്ടോ? അതോ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത് തന്നെയാണോ തീരുമാനം? രതീഷ്, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തറപ്പിച്ചു പറയുന്നു. കാരണം മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ, വൈൽഡ് ലൈഫ് CCF മുഹമ്മദ് ഷബാബ് IFS ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. 2 CCFമാരും DFO റാങ്കിലുള്ള 5 ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. റവന്യൂ വകുപ്പിൽ കലക്ടർ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ ADM അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് പിടിക്കുക എന്നതിൽ അല്ലാതെ മറ്റൊരു ലക്ഷ്യം ഇല്ല എന്ന് ഉദ്യോഗസ്ഥർ തറപ്പിച്ചു പറയുന്നു. ഇന്നലെ ആന നിന്നിരുന്നത് ആ ജനവാസ മേഖലയിൽ, അതായത് നമ്മുടെ ചാലിഗദ്ദ പടമല ഭാഗത്ത് ഈ ദുരന്തം നടന്നതിൻ്റെ പിൻവശത്തെ കുന്നിൻ മുകളിലാണ്. അത് മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ആളുകൾ പറയുന്നത് ഒരുപക്ഷെ രാത്രി അനുയോജ്യമായ സ്ഥലത്ത് കിട്ടിയെന്നായിരിക്കും. നമുക്കറിയാം, രാത്രി എന്തായാലും ആനയെ മയക്കുവെടി വെക്കുകയില്ല. വൈകുന്നേരം ഏതാണ്ട് 10-10:30 വരെ നമ്മൾ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോഴും ആന ആ കുന്നിൻ മുകളിൽ കുറച്ച് താഴേക്കൊക്കെ ഇറങ്ങുന്നു, അങ്ങോട്ട് നീങ്ങുന്നു എന്നല്ലാതെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. അതിനുശേഷമാണ് ആന ഇറങ്ങി കുറുവദ്വീപിൻ്റെ പരിസരത്തൂടെ വന്ന് ഈ മാനന്തവാടി മൈസൂർ റോഡ് മുറിച്ച് കടന്നായിരിക്കണം. കാരണം ചാലിഗദ്ദ എന്നൊക്കെ പറയുന്നത് ഈ ഭാഗമാണ്. അവിടെ നിന്ന് വന്ന് ഈ റോഡ് മുറിച്ച് കടന്ന് വേണം ഈ കോളനി പരിസരത്തേക്ക് പോകാൻ. അങ്ങനെ ആന നീങ്ങിയിട്ടുള്ളത് രാത്രിയാണ്. ഏതാണ്ട് 8 കിലോമീറ്ററെങ്കിലും ആന സഞ്ചരിച്ചിട്ടുണ്ടാകും. ആ സമയത്ത് പക്ഷേ ആ സമയത്ത് എന്തായാലും മയക്കുവെടി വെക്കില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ആളുകൾക്ക് സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാവും. എത്രയും പെട്ടെന്ന് മയക്കുവെടി വെക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടാവും. പക്ഷേ ആ രാത്രി സമയത്ത് മയക്കുവെടി വെക്കുക എന്നത് പ്രായോഗിക
സാഹചര്യമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും മയക്കുവെടി വെക്കുക എന്ന തീരുമാനം തന്നെയാണ് നിലവിലുള്ളത്. ആനയെ കർണാടക വനത്തിലേക്ക് ഓടിച്ചു കയറ്റുക എന്നൊരു തീരുമാനമില്ല. ഇപ്പോൾ ഉള്ളത് നാഗർഹോളയോടൊക്കെ ചേർന്നുള്ള സ്ഥലമാണ്. ഒരു മൈക്ക് അനൗൺസ്മെന്റ് വരുന്നുണ്ട്. രതീഷ് ഒരു മൈക്ക് അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ആളുകൾ കൂട്ടം കൂടരുത് എന്നുള്ള അറിയിപ്പാണ്. പുറത്തിറങ്ങി കറങ്ങി നടക്കരുത് തുടങ്ങിയ അറിയിപ്പാണ് ഈ അനൗൺസ്മെന്റ്. ഏത് സമയത്തും ഏത് ഭാഗത്തേക്കും നീങ്ങാൻ മണ്ണുണ്ടി വനത്തിലുള്ള ആന ഏത് സമയത്തും വനത്തിൽ പ്രവേശിക്കുകയോ ചെയ്യരുത്. തിരുനെല്ലി പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ്. കർണാടകത്തിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ടിട്ടുള്ള ആന ചേലൂർ മണ്ണുണ്ടി വനത്തിലുണ്ട്. അത് ഏത് സമയത്തും ഏത് ഭാഗത്തേക്കും നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ മുഴുവൻ ആളുകളും ജാഗ്രത പാലിക്കുക. അനാവശ്യമായി കറങ്ങി നടക്കരുത്.